ജമ്മു കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി ഇന്ത്യ. നയതന്ത്ര തലത്തിൽ ബന്ധം വിച്ഛേദിക്കാനാണ് ആലോചന. ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരനായ ലഷ്കർ-ഇ ഭീകരൻ സെയ്ഫുള്ള കസൂരിയെ വിട്ടുനൽകാനും ഇന്ത്യ ആവശ്യപ്പെടും. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കണമെന്ന് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം സൈന്യത്തിന് നിർദ്ദേശം നൽകി. അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. ആർ കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആരാണ് ഇതിന്റെ സൂത്രധാരർ, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. നിർണായകമായ തീരുമാനങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന യോഗത്തിനുണ്ടാകുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായും വ്യക്തമാക്കുന്നതാണ് രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ: ഇന്ത്യ പൊറുക്കില്ല, മാപ്പില്ല, ദൃഢമായ മറുപടി നൽകും. ആ വാർത്ത ഉടൻ കേൾക്കാം. ഇതായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ മറുപടി. സ്വാഭാവികമായും ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? കിരൺ പറഞ്ഞ ആ വാക്കുകൾ, പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം കേട്ട ശേഷം തിരികെ എത്താം. വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ചേരാൻ പോകുന്നത്. ആ യോഗത്തിന് മുമ്പ് തന്നെ എന്താണ് ഇന്ത്യയുടെ മറുപടി എന്നത് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. ആ വാക്കുകളിലേക്ക്: हम सभी गहरे शोक और दर्द में हैं। सबसे पहले मैं उन सभी परिवारों के प्रति अपनी गहरी संवेदना व्यक्त करता हूं जिन्होंने अपने प्रियजनों को खोया है। इस दुखद समय में दिवंगत आत्माओं की शांति के लिए मैं परमात्मा से प्रार्थना करता हूं। यहां मैं भारत के दृढ़ संकल्प को दोहराना चाहूंगा कि टेररिज्म के खिलाफ हमारी जीरो टॉलरेंस की पॉलिसी है। भारत का एक एक नागरिक इस कायरतापूर्ण हरकत के खिलाफ एकजुट है। मैं इस मंच से देशवासियों को आश्वस्त करता हूं, घटना के मद्देनजर भारत सरकार वो हर कदम उठाएगी जो जरूरी और उपयुक्त होगा. യെസ് കിരൺ, അത് തന്നെയാണ് കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മറുപടി ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. ആർക്കാണ് മറുപടി നൽകേണ്ടത്, എപ്പോൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് രാജ്യം കടക്കുന്നു. അത് സംബന്ധിച്ച് തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ ഇന്ത്യയുടെ 3 സേനയുടെയും തലവന്മാരുമായി ആശയവിനിമയം നടത്തിയിരുന്നു, അവരുമായി ചർച്ച നടത്തിയിരുന്നു. സ്വാഭാവികമായും ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് ഒരു രൂപരേഖ, അതിൻ്റെ കൃത്യമായ ഒരു പ്ലാൻ ആ യോഗത്തിൽ തന്നെ ഉണ്ടായി എന്ന് വേണം കരുതാൻ. ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്രീയ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ തീരുമാനത്തിനൊപ്പം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഈ സേനാ വിഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സേനാ വിഭാഗങ്ങളുടെ മേധാവികളുമായി ആദ്യം ചർച്ച നടത്തുകയും ആ കാര്യത്തിൽ അവരൊരു ധാരണ എത്തുകയും ചെയ്തത്. ഇനിയാണ് സുരക്ഷാകാര്യ യോഗം ചേരുന്നത്. ആ സുരക്ഷാകാര്യ യോഗത്തിൽ മന്ത്രിമാർ ചേർന്നുള്ള യോഗത്തിൽ അവർ അത്തരമൊരു തീരുമാനം കൂടി ഔദ്യോഗികമായി തീരുമാനം കൂടി എടുക്കും. ആ തീരുമാനമൊന്നും ചിലപ്പോൾ ഇങ്ങനെ സൂചനകൾക്ക് അപ്പുറത്തേക്ക് എന്താണ് ഇന്ത്യ എടുക്കാൻ പോകുന്ന തീരുമാനമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും കൃത്യമായ ഒരു മറുപടി ഉണ്ടാവണം എന്നില്ല. പലപ്പോഴും അത് ചെയ്തു കഴിഞ്ഞ ശേഷമാവും, അല്ലെങ്കിൽ ഇന്ത്യ ഇത്തരമൊരു മറുപടി നൽകിയ ശേഷമാവും നമ്മളടക്കം തിരിച്ചറിയുക. ഏറ്റവും പ്രധാനപ്പെട്ട ചുരുക്കം ചില ആളുകൾ മാത്രമാവും കൃത്യമായ പ്ലാൻ പോലും അറിയുക. യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന പട്ടാളക്കാരോ അല്ലെങ്കിൽ അവരെ നയിക്കുന്ന ഓഫീസർമാരോ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഓഫീസർമാർ പോലും ചിലപ്പോൾ കൃത്യമായ കാര്യങ്ങളൊന്നും അറിയണമെന്നേ ഇല്ല. അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അവർ നടപ്പാക്കുന്നതിനപ്പുറത്തേക്ക് എന്തായാലും ഏറ്റവും ഉന്നത തലത്തിൽ ആണ് ഇത്തരം തീരുമാനങ്ങൾ വരുന്നത്. അത്തരം തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയേണ്ടത്. സൈന്യത്തിന് എന്ത് ചെയ്യാൻ കഴിയും, എന്തെല്ലാമാണ് പരിമിതികളുള്ളത്, എന്തെല്ലാമാണ് ശക്തിയുള്ളത്, എന്തെല്ലാമാണ് സാധ്യതകളുള്ളത്, അത്തരം ഒരുപാട് കാര്യങ്ങൾ സൈന്യത്തിന് ആലോചിക്കേണ്ടി വരും. അവിടെ ആളുകളെ എത്തിക്കാനും ആയുധങ്ങൾ എത്തിക്കാനും അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം, അത്തരം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവർ ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തായാലും അത്തരം ഒരു വാർത്ത ഉടൻ ഇന്ത്യക്ക് ദൃഢമായ മറുപടി ഉണ്ടാവും. ആ വാർത്ത നിങ്ങൾക്ക് ഉടൻ തന്നെ കേൾക്കാം എന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറയുമ്പോൾ അത് ഇന്ത്യക്കാർക്ക് ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു പ്രതീക്ഷയൊക്കെ നൽകുന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാന് മുൻകൂട്ടി ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് കാണാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി നൽകുന്നത്. ഇനി അതിന് ഒരു ഔദ്യോഗികമാക്കൽ ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം.
രാജ്യ സുരക്ഷാ വിഭാഗത്തിന്റെ മന്ത്രിസഭാ യോഗം ചേർന്ന് അതിലൊരു അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു അന്തിമ തീരുമാനം എടുക്കുന്നു. എന്തായാലും ഇന്ത്യൻ സേനയെ സംബന്ധിച്ച് ഇതൊരു അഭിമാനത്തിന്റെ വിഷയം കൂടിയാണ്. ഇന്ത്യയിൽക്കകത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന സമാധാന അന്തരീക്ഷത്തിന് മേലാണ് ഇപ്പോൾ ഇന്ത്യയിൽ 28 പേരുടെ ജീവനാണ് കവർന്നിരിക്കുന്നത്. അതും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനാണ് കവർന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ ഇപ്പോഴും ആ ഭീകരർ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അവർ അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായും ഈ സ്ഥലത്തേക്കുള്ള നിന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ്. ഇവരെ ഇനി ജീവനോടെ പിടികൂടുക എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ അസാധാരണമായ വലിയ വെല്ലുവിളി തന്നെയാണ് സൈന്യക്ക് മുന്നിലുള്ളത്. കാരണം ഈ ടെറൈൻ്റെ പ്രത്യേകത ആ തരത്തിലേക്കുള്ളതാണ്. ചെങ്കുത്തായ പ്രദേശങ്ങൾ, കൊടുങ്കാട്, മലഞ്ചെരിവ്, മല, അതോടൊപ്പം തന്നെ പുൽമേടുകൾ, അങ്ങനെ പലതരത്തിലും ഏതെങ്കിലും തരത്തിൽ വാഹനം കടന്നിയെന്ന് അവിടെ ഒരു കൂട്ടത്തോടെ ആളുകളെ വാഹനത്തിൽ കടത്തിച്ച് കൊണ്ടുപോയി പരിശോധന നടത്താൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. അല്ലെങ്കിൽ ആകാശമാർഗം പരിശോധിച്ചാൽ തന്നെയും ഈ കാടിനുള്ളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ആകാശത്ത് നിന്ന് എല്ലാം ഒന്നും കണ്ടെത്താൻ ചിലപ്പോൾ കഴിയണം എന്നില്ല. അങ്ങനെ ഒട്ടേറെ പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾക്കെല്ലാം അപ്പുറത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഭീകരർക്ക് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടണമെങ്കിൽ പ്രധാനപ്പെട്ട വാഹനം കിട്ടുന്ന ഏതെങ്കിലും ഒരു വഴിയിൽ അവർക്ക് എത്താൻ കഴിയണം. അങ്ങനെയുള്ള സർവ്വ വഴികളും എല്ലാ തരത്തിലും അവിടുന്ന് ദീർഘദൂര കിലോമീറ്ററുകൾ അകലെയുള്ള വഴികളടക്കം എല്ലാ വഴികളിലും അതിശക്തമായ രീതിയിൽ തന്നെ സേനാവിന്യാസം പൂർണ്ണമാക്കിയിട്ടുണ്ട്. സേന അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ജീവനോടെ ഇവരെ പിടികൂടുക എന്നുള്ള വെല്ലുവിളി തന്നെയാണ്. ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് ഇത്ര ഘട്ടത്തിൽ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ സാധാരണ ആളുകൾ ചിലപ്പോൾ പറയും, വെടിവെച്ച് അവരെ കൊന്നു തീർക്കണമെന്നൊക്കെ പറയും. പക്ഷേ സേനയെ സംബന്ധിച്ച് കൊന്നു തീർക്കുക എന്നുള്ളതല്ല. അവർക്ക് ഈ ഭീകരനെ ജീവനോടെ തന്നെ പിടികൂടിയെടുത്ത് അവനെങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്, അവൻ ഏതെല്ലാം തരത്തിലാണ് ഓപ്പറേഷൻ നടത്തിയത്, അവൻ എവിടുന്നൊക്കെ സഹായം കിട്ടി, ഏത് സമയത്താണ് വന്നത്, നമ്മുടെ ഏത് സുരക്ഷാ വീഴ്ചയാണ് ഇവർ മുതലാക്കിയത്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ഭാവിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഒക്കെ അറിയേണ്ടത് സേനയ്ക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സേന അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും സ്വാഭാവികമായും പോകുക. മറുഭാഗത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ തുടർന്ന് ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എപ്പോഴും ലഷ്കർ-ഇ-തൊയ്ബ പോലുള്ള സംഘടനകളൊക്കെ ഒരിടത്ത് ഒരു ലക്ഷ്യം മാത്രമായിരിക്കത്തില്ല. ആ ലക്ഷ്യത്തിലേക്ക് സേനയുടെ ശ്രദ്ധ വരുമ്പോൾ മറ്റു ലക്ഷ്യത്തിലേക്ക് അടിക്കുക എന്നുള്ളത് കൂടി അവരുടെ രീതിയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കുള്ള ജാഗ്രതയുണ്ട്. ഇന്നലെ തന്നെ ഉറിയിൽ 4 ഭീകരരാണ് കൊലപ്പെടുത്തിയത്. അങ്ങനെ സമാനമായി അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും ഇന്ത്യൻ സേന ജാഗ്രതയോടുകൂടി തന്നെ ഒരു തുടരാക്രമണം തടയുക എന്നുള്ള ജാഗ്രത ഒരു ഭാഗത്ത്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇന്ത്യ തിരിച്ചടി നൽകുക എന്നുള്ളത്. എന്തായാലും അക്കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ. തീർച്ചയായും